ഇപ്പോൾ ഒരു കുട്ടി പ്രേതം ബാധിച്ചു വന്നു നോക്കിയിട്ട്, പ്രേതബാധ എന്ന് പറഞ്ഞാൽ മനസ്സുമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ലാന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ഒരു മുറിയിൽ വൈകാരികമായ തോട്ട്സിന് അളവ് കൂടുതലാന്ന് നിൽക്കട്ടെ, ആ മുറിയിലേക്ക് ഒന്നും അറിയാത്തൊരു പിഞ്ച് പയ്യൻ വന്നു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഉള്ളിലേക്ക് ഈ തോട്ട്സ് കടന്നു വരും. അപ്പോൾ സൂക്ഷ്മ ശരീരങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ മനുഷ്യശരീരത്തിൻ്റെ ഊർജ്ജമാണ്. വൈദ്യൻ്റെ ശരീരം ചൂടാവും, ചികിത്സ ചെയ്യുമ്പോൾ ചൂടാവും, ജപം ചെയ്യുമ്പോൾ ചൂടാവും. വീണ്ടും കുളിച്ചും ഭക്ഷണ രീതി മാറ്റം വരുത്തിയിട്ടാണ് തണുപ്പിച്ച് ഈ സാധനം ചെയ്ത് മാറ്റണം. ആ മൂർത്തിയെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫ്രീക്വൻസിയുള്ള മൂർത്തിയെ വിളിച്ച് നമ്മൾ വാസമൂർത്തിയാലും മതി, വാസമൂർത്തി ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ആ മൂർത്തിയെ കൊണ്ട് നമ്മൾ ആ മന്ത്രം എഴുതി കഴിഞ്ഞ് ആ കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ കൈവശം അറിയും. ചേട്ടാ, അതേപോലെ തന്നെ ഈ വൈദ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ സർപ്പം അല്ലെങ്കിൽ നാഗം കുത്തിയിട്ട് വരുന്ന ആളുകളെ നോക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ബാധാദോഷമുള്ളവർക്ക് വേറൊരു രീതിയിലാണ് വൈദ്യം. അപ്പോൾ ഇതിന് വ്യത്യസ്ത തലങ്ങളുണ്ടോ വൈദ്യത്തിന്? ആയുർവേദത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ട്, എന്നാൽ കളയ ചികിത്സയ്ക്ക് വ്യത്യസ്ത തലങ്ങളില്ല. കാരണം ആയുർവേദം പഠിക്കുമ്പോൾ അഷ്ടാംഗൃതയും സഹസ്രയോഗവും മറ്റു ശുശ്രൂഷൻ്റെ രീതിയിൽ പഠിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു കളരിയിലെ ആശാനായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ കേസല്ല പറഞ്ഞത്, പണ്ട്. ഇന്ന് മെഡിക്കൽ കോളേജൊക്കെ ആയിട്ടുണ്ട്. അതിക്ക് മുന്നേ വന്നിരുന്നത് കളരിയിൽ വരുന്ന കുട്ടികൾക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അഷ്ടാംഗൃതയും അത് പഠിച്ചു വന്ന സമയത്താണ് ഈ 8 രീതിയിലുള്ള അഷ്ടവൈദ്യന്മാർ 8 രീതിയിലുള്ള ചികിത്സാ മുറകൾ വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് 8 രീതിയാണ്. കമ്മിക്ക് ഉറപ്പില്ല കേട്ടോ, അത്രയും ഉറപ്പില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കളരി ചികിത്സയാണ്. അതിൽ സമ്പൂർണ്ണമായിട്ടുള്ള സാധനം അതിലുണ്ട്. അതായത് ഇപ്പോൾ ഗ്രഹചികിത്സ, അത് ഭൂതചികിത്സ എന്ന് പറഞ്ഞാൽ ഗ്രഹചികിത്സ ചെയ്യുന്ന സമയത്ത് പേരുകൾ എനിക്ക് കൺഫ്യൂഷൻ കേട്ടോ. ഇപ്പോൾ ബാധ ബാധിച്ചൊരു പെൺകുട്ടി വന്നു, ആ ബാധയെ മാറ്റാനായിട്ട് ആയുർവേദം പഠിച്ച വ്യക്തികൾ മരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ മനസ്സ് കംപ്ലൈൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് കൈവശം കിട്ടിയ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കൈവശ പരിഹാര ഗുളിക നല്ല കൺസെപ്റ്റ് ചെയ്യാം, എന്നിട്ട് ചെറിയ ട്രീറ്റ്മെൻറ്റും ചെയ്യും. അപ്പോൾ ബോഡി ക്ലെൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഈ കൈവശം കൊടുക്കുന്ന വ്യക്തിയെ ഒരു മൂർത്തിയെ വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഗുളിക കഴിച്ചത് കൊണ്ട് ആ മൂർത്തി പോകില്ല, വേണമെങ്കിൽ ആ എലമെൻറ്റ് പോവാം, വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്ന സാധനം പോയിട്ടുണ്ടാവും, പക്ഷെ ആ മൂർത്തിയുടെ കെട്ട് പോയില്ല. ആ മൂർത്തിയുടെ കെട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ മന്ത്ര സാധനം വേണം. ഒരു കെട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിനെ അഴിക്കാനുള്ള മന്ത്രസാധനം വേണം. അപ്പോൾ ആയുർവേദത്തിൽ മറ്റേ കൈവശ പരിഹാര ഗുളിക കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില സ്ഥലങ്ങളിൽ നമ്മൾ മന്ത്രം നീട്ടി മന്ത്രോച്ചാരം നടത്തി മരുന്നുണ്ടാക്കി കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് തളിക എടുത്ത്, ചിലപ്പോൾ വെള്ളിയുടെ തളികയായിരിക്കും, വെള്ളി തളികയാണ് ഏറ്റവും സൂപ്പറാണ്, ഒത്തിരി കോസ്റ്റ്ലിയാണ്. അതിൽ എണ്ണ ഒഴിച്ചോ മരുന്ന് ഒഴിച്ചിട്ട് അതിൽ എണ്ണ പോലെ ലിക്വിഡായിട്ടുള്ള പദാർത്ഥമാണ് ഏറ്റവും സൂപ്പർ അതിന് കളയാനായിട്ട്. എന്നിട്ട് ഏത് മൂർത്തിയെ കൊണ്ടാണ് കെട്ടിച്ചാണ് കൈവശം ഉണ്ടാക്കിയിരിക്കുന്നത്, ഏത് മൂർത്തിയെ കൊണ്ടാണോ ആ മൂർത്തിയെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫ്രീക്വൻസിയുള്ള മൂർത്തിയെ വിളിച്ച്, നമ്മൾ വാസമൂർത്തിയാലും മതി, വാസമൂർത്തി ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ആ മൂർത്തിയെ കൊണ്ട് നമ്മൾ ആ മന്ത്രം എഴുതി കഴിഞ്ഞ് ആ കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ കൈവശം ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഈ സാധനം പോകും. കൈവശത്ത് കൊടുത്താൽ ചിലപ്പോൾ കൈവശം കൊടുക്കുന്നത് മുട്ടയിലായിരിക്കാം, അല്ലെങ്കിൽ മദ്യത്തിലായിരിക്കാം, ആ സാധനം പോകും. പക്ഷേ ഇതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമല്ലേ ഇന്നത്തെ കാലത്ത്? ഒത്തിരി അനുഭവം കാണിച്ചു തരാം. അത് വൈദ്യൻ എന്ന് പറഞ്ഞാൽ രോഗിയുടെ സ്വഭാവം, രോഗി പറയുന്ന കാര്യങ്ങൾ രഹസ്യം ആയിട്ട് വയ്ക്കാൻ കഴിവുള്ളതാണ് വൈദ്യൻ. അതായത് പല കാര്യങ്ങളും പറയും, അവൻ്റെ ഉള്ളിലുള്ള പല വികാരങ്ങളും നമുക്ക് പുറത്ത് പറയാൻ കൊള്ളാത്ത പല കാര്യം പറയും. അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ് വൈദ്യൻ. ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ലിസ്റ്റുകളൊന്നും വേണ്ടി വീഡിയോ ഇട്ടാൽ തന്നെ ഒത്തിരി ആൾക്കാർ വരും. അത് വേണ്ടാഞ്ഞിട്ടാണ്. അത് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ഒരു വൈദ്യൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ദ്രോഹമാണ്. ഇപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ അറിയാൻ പറ്റും, ഒത്തിരി ആൾക്കാർ പേഷ്യൻസിനോട് പറയിപ്പിക്കും. അതെ, സ്വമേധയാ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ റീൽസ് റിവ്യൂ ചെയ്യാം, അതൊക്കെ. പക്ഷെ അല്ലാതെ എനിക്കിൻ്റെ അസുഖമായിരുന്നു ഇവിടെ പോയിട്ട് മാറാമെന്ന് പറഞ്ഞാൽ ആ വൈദ്യൻ പറയാണ്, വൈദ്യൻ കൂടി പറയുന്നത് അത് നല്ലൊരു ഏർപ്പാടല്ല. കാരണം വൈദ്യ കുലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം. വൈദ്യ സമ്പ്രദായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു വൈദികനാണ് അവിടെ. അപ്പോൾ നമ്മൾ ഈശ്വരനായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള വികാരങ്ങൾ ഞാൻ സമൂഹത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന
ജാലിയത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി കാണുന്ന സംഭവമാണ്, ഹിപ്നോട്ടിസ് ചെയ്യും, എന്നിട്ട് ആളെ പെട്ടെന്ന് മാറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവെന്ന് പറയും. ആ ഭാര്യ ഭർത്താവിന് പറയാൻ വേണ്ടിയിട്ട് കുറേ ഇമോഷൻസ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ലൈവായിട്ട് പോവാണ്. ഒരു ഹിപ്നോട്ടിസം പ്രൊഫഷണലാക്കിയ വ്യക്തിക്ക് അത് നല്ലതല്ല. മനസ്സുമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ഞാൻ ചെയ്യാറുമില്ല. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്, അതായിക്കോട്ടെ വയ്ക്കാറുള്ളൂ. അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ ചെയ്താലോ പറയാറില്ല. ശരി, ഇതെല്ലൊരു സൈക്കോളജിക്കൽ ഫാക്ടർ അല്ലേ വരുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ വൈദ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ പാമ്പ് കുത്തി വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ മറിഞ്ഞ് വീണ് മുറിവുമായിട്ട് വരുന്നത്, ഇതിനൊക്കെയാണ് പലപ്പോഴും വൈദ്യത്തെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ മുട്ടുവേദന, നടുവേദന, തലവേദന, ഇതിനൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അപ്പുറത്തേക്ക് ഈ സൈക്കോളജിക്കലായിട്ട് വരുന്ന വിഷയങ്ങൾ, അപ്പോൾ അതെങ്ങനെയാണ് വൈദ്യത്തിൽ മാറ്റുന്നത്? ചില സൈക്കോളജിക്കൽ വിഷയങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് താന്ത്രിക വിധിപ്രകാരം വേണം. അപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് നല്ല ഉപാസന ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ ഉപാസനയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന അടിസ്ഥാന തത്വം. ഉപാസനയാണ്, അതില്ലാതെ നടക്കില്ല. ഇപ്പോൾ ഒരു കുട്ടി പ്രേതബാധ ബാധിച്ച് വന്ന് നോക്കിയിട്ട്, പ്രേതബാധ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പറയും. അപ്പോൾ അതിന് കാരണം ഉണ്ടാവും. അത് ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ആയുർവേദ വിധി പ്രകാരം അല്ലെങ്കിൽ കളരി വിധി പ്രകാരം നോക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിൻസിൽ ഉണ്ടാകുന്ന കുറേ ഹോർമോൺ ഇംബാലൻസ്, അതിനെ കറക്റ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്ത് വേണം, മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് സമ്മതിക്കണം. അതിനുള്ള വച്ചുകെട്ടലാണ് ഇന്ന് കാണുന്ന താന്ത്രിക വിധിപ്രകാരം കാണുന്ന ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് അകത്തും ഒന്ന് പുറത്തുമാണ്. ആ കൊച്ചിനെ പുറത്ത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കും. അതാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇതൊക്കെ ചെയ്തിട്ട് മന്ത്രവാദ കളത്തിലും എനർജി ഉണ്ട്. അതുകൊണ്ടാണ് കുറേ മാറ്റം തന്നെ. അതിലുപരിയായിട്ട് മാനസികമായിട്ടുള്ള മരുന്നും കൊടുത്തു മാറണം. രണ്ട് രീതിയിലാണ് ഗ്രഹചികിത്സ എന്ന് പറയുമ്പോൾ. ഇതിന് ഗ്രഹചികിത്സ എന്ന് തന്നെയാണ് പറയുന്നത്. ചികിത്സ എന്ന് പറയാം. അദൃശ്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു തോട്ട് മതി നമ്മളെ മാറ്റാൻ. ഒരു മുറിയിൽ വൈകാരികമായ തോട്ട്സിൻ്റെ അളവ് കൂടുതലാന്ന് വെക്കട്ടെ. ആ മുറിയിലേക്ക് ഒന്നും പറയാത്തൊരു പിഞ്ച് പയ്യൻ വന്നു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഉള്ളിലേക്ക് ഈ തോട്ട്സ് കടന്നു വരും. മോഡേൺ സയൻസ് പറയുന്നുണ്ട് അങ്ങനെ. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും തോട്ട്സ് കുട്ടികളെ ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ തോട്ട്സ് എനർജിയാണ്. ആ തോട്ട്സിൻ്റെ അളവ് കൂടുമ്പോൾ അത് എൻറ്റിറ്റിയായി മാറും. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശരീരമില്ലാത്ത സൂക്ഷ്മ ശരീരങ്ങൾ. അപ്പോൾ സൂക്ഷ്മ ശരീരങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ മനുഷ്യശരീരത്തിൻ്റെ ഊർജ്ജമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന ഊർജ്ജം പ്രാണനായിട്ട് മാറും. ഈ പ്രാണനാണ് അവരുടെ എനർജി, അവരുടെ ഭക്ഷണം. അപ്പോൾ അവർക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും, ആര് കിട്ടാലും അവരെടുക്കും. അപ്പോൾ നമുക്ക് അതിനെ മാറ്റാനായിട്ട് ഇന്ന് കാണുന്ന കളം വെച്ചിട്ടും അല്ലെങ്കിൽ കളങ്ങൾ വരച്ചിട്ടും മന്ത്രവാദം ചെയ്തിട്ടും മരുന്ന് കൊടുത്തിട്ടും ഉള്ളിലുള്ള ബലം കൊടുത്തും സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരാൾ വരുമ്പോൾ വൈദ്യന് ആദ്യം എന്തായിരിക്കും മനസ്സിൽ കരുതുന്നത്? അല്ലെങ്കിൽ വൈദ്യന് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഇന്ന വിഷയം കൊണ്ടാണ്? ശരിക്കും നമ്മളെ കൊണ്ട് കൂട്ടാൻ പറ്റാത്ത ഇതുവരെ വന്നിട്ടില്ല. ചില കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കേണ്ട വരും. അത് കാരണം വെച്ചാൽ ചില ആളുകൾ പാപങ്ങളുടെ കറ കൂടുതലായിരിക്കും. പാപം എന്ന് പറയാൻ കൊള്ളില്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എൻകോഡിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും മാറില്ല, വർഷങ്ങളെടുക്കും. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് ആരും അങ്ങനെ കാത്തിരിക്കില്ല. നമ്മൾ നാടി പിടിക്കുന്ന കേസ് പറഞ്ഞില്ലേ, ഒരു നാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഒരു 8 വർഷം മുന്നേ കൊറോണയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ നാടി പിടിക്കും. എന്നിട്ട് ഒരു 2 മണിക്കൂർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം ഭക്ഷണം കഴിച്ചപ്പോൾ ഛർദ്ദിച്ച കേസുകൾ, അമ്മയുടെ വയറ്റിൽ ഉണ്ടായ ഇമോഷൻസ് ഒക്കെ പറയും. ഇപ്പോൾ ആൾക്കാർക്ക് അതൊന്നും വേണ്ട. നാടി പിടിക്കുക, കുടൽ കംപ്ലൈൻ്റ് ഉണ്ട്, നടു കംപ്ലൈൻ്റ് ഉണ്ട്, ദാറ്റ്സ് ഓൾ, അത്ര മതി. അല്ലെങ്കിൽ സയറ്റിക് വേദന ഉണ്ട്, അല്ലെങ്കിൽ തലവേദന ഉണ്ട്, അല്ലെങ്കിൽ പാങ്ക്രിയാസ് എന്ത് അടിച്ചു പോറായി, അത്ര മതി ഇന്ന് ആൾക്കാർക്ക്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നിങ്ങളുടെ മേത്ത് ഇന്ന ഇത് ഉണ്ടായിരുന്നു, അതിനെ ഇന്ന ഇതിൽ മാറ്റണം, ഇന്ന വഴിപാട് ചെയ്യണം എന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ആൾ ഭയങ്കര ഫാസ്റ്റായി. ആളുകൾ കാത്തിരിക്കാനും തയ്യാറാവുന്നില്ല. നേരെ ഒരാളുടെ അടുത്ത് കാണിക്കുക, അയാൾ സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് പോവുക. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും
ഇത് പൂർണ്ണമായി മാറിയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇപ്പം അങ്ങനെ വരുന്നത് ചിലതൊക്കെ ഇപ്പോൾ ബാധ എന്ന് പറയുമ്പോഴും മറ്റൊരു എൻറ്റിറ്റി ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഭൂതപ്രേത പിശാചുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കല്പമായിരിക്കാം പലപ്പോഴും അതിനുള്ളത്. അല്ലെങ്കിൽ ഒരു ആത്മാവ്, മരിച്ചുപോയ ആരെങ്കിലും ആത്മാവ് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അത് പോയോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നമുക്ക് കുറേ വഴികളുണ്ട് അറിയാൻ. ചിലർ പറയും ഇതിനെയൊക്കെ ഒഴിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ മറികടക്കാനാണ് വൈദ്യന് ഉപാസന വേണ്ടത്. കാരണം ഞാനല്ല ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യം ദ്രവ്യത്തിന് വേണ്ടിയുള്ളതല്ല, ഒരാളുടെ അസുഖം മാറ്റാൻ വേണ്ടിയാണ്. അസുഖം മാറ്റാൻ ഞാനല്ല, ഇത് ഈശ്വരനാണ്. അപ്പം അതുകൊണ്ട് പൈസ തരിക, എൻ്റെ ഉപജി നടക്കുക. ഞാൻ ചോദിക്കാറില്ല, പറയും ഇത്രയൊക്കെ വന്നു പറയും, ഉള്ളത് തരും, അത്രയേ ഉള്ളൂ. അവിടെ ഒരു വിളക്കുണ്ട്, ആ വിളക്ക് വെക്കാൻ പറയുള്ളൂ. എണ്ണി നോക്കാറില്ല. എണ്ണി നോക്കും, അവർ പോയി എണ്ണി വെക്കും. അവർ പറയാറില്ല ഇത്ര കുറഞ്ഞു പോയല്ലോ കൂടിപ്പോയെന്ന് പറയാറില്ല. അപ്പോൾ ഒരു അസുഖം വന്നതിന് കാരണം പൂർവ്വജന്മമായിട്ടുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഒത്തിരി പ്രേതങ്ങളും അല്ലെങ്കിൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്, പ്രേതം എന്ന് പറയണ്ട, അതുണ്ടാവും. അതിനെ മാറ്റുമ്പോൾ അതിന് ശാപം നമുക്കുണ്ടാവും. ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാൻ ചെയ്താലേ എന്നെ ബാധിക്കുള്ളൂ. ഒരു എനർജി ആ മറ്റേ എനർജി മാറ്റുന്നു, ഞാൻ ചെയ്യുമ്പോൾ വിഷയം വരിക. ഞാനത് ചെയ്തെന്ന് പറഞ്ഞാൽ വിഷയം വരിക. പക്ഷെ നമ്മൾ മീഡിയേറ്ററായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? ചെറിയൊരു ഭാഗം കിട്ടും. നമ്മൾ അതിനെയാണ് ഡെയിലി ഈ സാധനം കൊണ്ട് ഡീകോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും സാധനം വേണം, സാധനം മസ്റ്റാണ്. വൈദ്യൻ്റെ ശരീരം ചൂടാവും, ചികിത്സ ചെയ്യുമ്പോൾ ചൂടാവും, ജപം ചെയ്യുമ്പോൾ ചൂടാവും. വീണ്ടും കുളിച്ചും ഭക്ഷണ രീതി മാറ്റം വരുത്തിയിട്ടാണ് തണുപ്പിച്ച് ഈ സാധനം ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയം വൈദ്യനുണ്ടാവും. അങ്ങനെ അടുത്തേക്ക് വന്നിട്ടുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകളെ പറ്റി പറയാം? അതായത് ഭയപ്പെടുത്തിയതോ അല്ലെങ്കിൽ കയ്യിൽ നിൽക്കത്തില്ല എന്ന് തോന്നിപ്പോയ ഏതെങ്കിലും സന്ദർഭങ്ങൾ? ഒരു സുഹൃത്തിന് വീട്ടിൽ പോയപ്പോഴേ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ചെറുപ്പമാണ്, ഞാൻ 2005-2006 കാലഘട്ടങ്ങളിലൊക്കെയാണ്. എനിക്ക് 25 വയസ്സൊക്കെ ഉള്ളൂ. ചിറ്റ പയ്യൻ്റെ അമ്മ, കാഴ്ചയിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ നോട്ടത്തിൽ ചെറിയൊരു അസ്വസ്ഥതകൾ. എൻ്റെ കഥയാണ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിറ്റഞ്ഞ് വന്നേ വന്നു. അപ്പോൾ എന്തേ വന്നതെന്ന് വെച്ചു. അവിടെ പൂജാമുറിക്കകത്തുണ്ട്, അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു അവിടെ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിള്ളേർക്ക് ആകെ ഒരു അസ്വസ്ഥ പോലെ. അപ്പോൾ കണ്ടുന്ന ആൾക്കാർ എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. വാടകയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാം പുറമാല കടച്ചു. എന്നിട്ട് ഞാൻ ചാൻറ്റ് ചെയ്തു. ഞാൻ വേറെ ചെയ്തില്ല, എൻ്റെ ഉപാസന മൂർത്തിയെ വിളിച്ചിട്ട് മന്ത്രം ചാൻറ്റ് ചെയ്തു. ഞാനൊരു സാധന ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരിക്കാൻ തുടങ്ങി ചേച്ചി, ചിറ്റ ചിരിക്കാൻ തുടങ്ങി, അട്ടേഴ്സ് ചിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ എൻ്റെ വീണ്ടും സാധനം കൂടി ഇപ്പോൾ പുള്ളിയേച്ച് പറഞ്ഞു, നിൻ്റെ കുടുംബം നശിപ്പിച്ചാലേ നിന്നെ കൊണ്ട് എന്നെ കൂട്ടിയേ കൂടില്ല എന്ന് പറഞ്ഞത്. ഞാൻ അപ്പോഴൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞാൽ പുള്ളിയെടുത്ത് വീണ്ടും നിലത്തിട്ട് തലയിട്ട് മുടി കഴിച്ചിട്ട് ആടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഛർദ്ദിച്ചിട്ട് പറഞ്ഞു ഞാൻ പോയിന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹം നിൻ്റെ കുടുംബം നശിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി. കാരണം നമുക്ക് ബാധയെ എടുത്ത് കളയാറിയാൻ പാടില്ല, എടുത്ത് കളയാറിയാൻ ഈ രീതിയിലല്ല, വേറെ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഉപാസനമൂർത്തിയെ മനസ്സിൽ വിളിക്കുന്നത് അത്രയേ ഉള്ളൂ. ഈ സമയത്തുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റാണ് കാണുന്നത്. പേടിച്ചുപോയി. പേടിച്ചാൽ എൻ്റെ കുടുംബം ആ രീതിയിലുള്ള സംസാരത്തിൻ്റെ ഒരു രീതിയൊക്കെ മാറിയിട്ട് ഈ തൊണ്ട കൊണ്ട് അലറുന്ന ശബ്ദമൊക്കെ തല്ലുന്ന രീതിയിലൊക്കെ തന്നെ. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിയത് ഛർദ്ദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ വീണ്ടും ഒരു കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഛർദ്ദിച്ച് ഒരു മഞ്ഞ ഇതൊക്കെ പോയി അവിടെ കിടന്ന് വീണ് മയങ്ങിപ്പോയി പുള്ളിയെടുത്തി. ഞാനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഔട്ടായിപ്പോയി. ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയെടുത്തി ഒരു കിണറിൻ്റെ വക്കത്ത് പോയതാണ്. പൊട്ടക്കണ്ടിൽ കുളിഞ്ഞു നോക്കിയതാണ്. പൊട്ടക്കണ്ടിൽ നിന്ന് കയറിയ സാധനം എൻറ്റിറ്റിയാണ്. കിണറിൽ നിന്നും വന്നതാണോ? ആ പൊട്ടക്കണ്ടിൽ ആരോ വീണ് മരിച്ചതാണ്. സ്ത്രീ ആയിരുന്നു. സ്ത്രീ അതിന് പ്രായമൊന്നുമില്ല, 10-50-40 വയസ്സിനിടയ്ക്കുള്ള ഒരു സ്ത്രീയാണ്. ഒരു ശരീരം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ, ഒരു കാഴ്ച കൊണ്ട് പറഞ്ഞാണ്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് പറയണേ. അങ്ങനെ പല അനുഭവങ്ങളും പറയാൻ അലച്ച് കിട്ടും, ഇഷ്ടമായി കിട്ടും. പക്ഷെ അന്ന് പേടിച്ച പേടി നന്നായിട്ട് പേടിച്ചു.